ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിൻ മേക്കപ്പിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് മേക്കപ്പിനെ പറ്റി ഈ സ്കിൻ കെയർ അറിയാവുന്ന പോലെ എനിക്ക് മേക്കപ്പിനെ പറ്റി അറിയത്തില്ല. പക്ഷെ സ്കിൻ കെയർ വെച്ച് മേക്കപ്പിന്റെ ബേസ് എങ്ങനെ ഫ്ലോലെസ് ആക്കണം എന്നുള്ള ട്രിക്ക് അതെനിക്കറിയാം. അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സോ അത് മനസ്സിലാക്കാം. കാരണം മേക്കപ്പിനെ പറ്റി ഒരുപാട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊഴിഞ്ഞു പോയി. എന്റെ മേക്കപ്പ് എനിക്ക് ചെയ്യാനറിയാം. അടുത്തുള്ള ഒന്ന് രണ്ട് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ ചെയ്യാൻ അറിയാവുന്നതല്ലാണ്. അതിനപ്പുറത്തോട്ട് എങ്ങനെ ഇത് ഓക്സിഡൈസ് ആവുന്നു, കളർ കെയർ എങ്ങനെയാണ്, അങ്ങനെയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ തിയററ്റിക്കലി പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ മേക്കപ്പ് ഫ്ലോലെസ് ആക്കാം സ്കിൻ കെയർ വെച്ചിട്ട് എന്നുള്ളതിനെ പറ്റി നോക്കാം. അതായത് നമ്മൾ എങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് ഇപ്പം നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ. അതായത് ചില സമയത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് കേക്കി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ മേക്കപ്പ് അങ്ങോട്ട് വരത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഷെയ്ഡ്സിന് ഡിഫറൻസ്, നമ്മൾ ഓൾറെഡി എടുത്തേക്കുന്ന ഒരു ഷെയ്ഡ് ഓക്കെ ആയിരുന്നു, പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ഷെയ്ഡ് നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് അത് പറ്റാണ്ടാവും. നമ്മുടെ സ്കിൻ ഒന്ന് ഡാർക്കും, ഈ ഷെയ്ഡ് ഫ്രണ്ടിലോട്ട് പോകും, കൂടി വരും. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റിയിട്ടും നമുക്ക് ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ലിപ്പ് എങ്ങനെ മേക്കപ്പിലൂടെ നമുക്ക് മേക്കപ്പ് ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ലിപ്പ് എങ്ങനെ ഫ്ലോലെസ് ആക്കാം എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റിൽ നിന്ന് തുടങ്ങാം. കാരണം ഇപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കിൻ എങ്ങനെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സ്ഫോളിയേഷൻ. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിൻ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫേസ് ഒന്ന് ഡള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലോലെസ് നമ്മുടെ സ്കിന്നിൽ കിട്ടണം എന്നില്ല. ഒരുപാട് ഡൾനെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം മേക്കപ്പ് നമ്മൾ ഡൾനെസ് മാറ്റുമെങ്കിലും അത് ചിലപ്പോൾ നമുക്ക് കവറപ്പ് ചെയ്യാൻ നമ്മൾ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യും, അത് ചിലപ്പോൾ കേക്കി ആയിട്ട് വരും. അപ്പൊ അത് വരാതിരിക്കാനാണ് എക്സ്ഫോളിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് രണ്ട് രീതിയിലുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ഫംഗ്ഷന് മുന്നേ, എക്സ്പെഷ്യലി നമ്മൾ എന്തെങ്കിലും ബിഗ് ഡേക്ക് മുന്നേ, നമ്മുടെ വെഡിങ്ങിന് മുന്നേ, നമ്മുടെ എൻഗേജ്മെന്റിന് മുന്നേ ഒക്കെ നമ്മളൊന്ന് പോയി ഫേഷ്യൽ ചെയ്യാറുണ്ട്. ആ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ നമുക്ക് പ്രത്യേക ഭംഗി വരും, ഒരു ഇന്നർ ഗ്ലോ ഒക്കെ വരും. പക്ഷെ നമ്മൾ നോർമലി നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ എടുത്ത് പാർട്ടി മേക്കപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ വരത്തില്ല. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ സ്കിൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബിഗ് ഡേക്ക് മുന്നേ നമുക്കൊരു ക്ലിനിക്കിൽ പോയി, ഞാൻ ബ്യൂട്ടി പാർലർ അല്ല ഉദ്ദേശിച്ചത്, പ്രോപ്പർ ആയിട്ടുള്ള എസ്റ്റേറ്റീഷ്യൻ എടുത്ത് പോയി നമുക്ക് ഹൈഡ്രാ ഫേഷ്യൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് സ്കിൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതല്ല നോർമലി നമുക്ക് ഡെയിലി മേക്കപ്പിൽ ചെയ്യാനെന്ന് വെച്ചാൽ വീട്ടിലുള്ള എക്സ്ഫോളിയേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് നിങ്ങൾ ഒരു 18 to 20 ഏജിന് എബോ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻസ് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ മെന്റലിക് ആസിഡ് പോലെയുള്ള സിറംസ് എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് നമ്മുടെ മുഖത്തുള്ള ഡെഡ് സ്കിന്നിനെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഡെയിലി ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് 2 ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ മെന്റലിക് ആസിഡ് സിറംസ് യൂസ് ചെയ്താൽ മതി. റെക്കമെൻഡേഷൻ നമുക്ക് ഈ ഒരു ഇതിന്റെ സെക്ഷൻ അവസാനം പറഞ്ഞുതരാം. അതല്ല നിങ്ങളൊരു 22 എബോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ കെമിക്കൽ പീലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല നിങ്ങൾ 25 എബോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗിനർ ഫ്രണ്ട്ലി എക്സ്ഫോളിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 to 2 months കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സസീവ് ആയിട്ടുള്ള നമ്മൾ 30% എക്സ്ഫോളിയേഷൻ പീലിലോട്ട്, കെമിക്കൽ പീൽസിലോട്ട് നമുക്ക് പോകാം. കാരണം നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിന്ന് പോവുകയും നമ്മുടെ ഫേസ് ഒന്നുകൂടെ ഇന്നർ ആയിട്ടൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മേക്കപ്പ് അധികം കേക്കി ആവത്തില്ല, ഒരു ഇന്നർ ഗ്ലോ നമ്മുടെ മേക്കപ്പിന് ഓട്ടോമാറ്റിക്കലി വരികയും ചെയ്യും. മേക്കപ്പ് കുറച്ചും കൂടി ഈസിലി നമ്മുടെ സ്കിന്നിൽ ഇരിക്കും, ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് എക്സ്ഫോളിയേഷൻ മേക്കപ്പിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് റെക്കമെൻഡേഷൻസിലോട്ട് പോവാം. നിങ്ങൾ ഇതുവരെ മെന്റലിക് ആസിഡ് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് 5% സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സുഗന്ധയിൽ 5% മെന്റലിക് ആസിഡ് ഉണ്ട്. ഇത് നമുക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യും, കാരണം 5% ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്കൊരു വാട്ടർ ഉണ്ട്, ദ വിഷ്ടൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 5% മെന്റലിക് ആസിഡ്, ഇത് നമുക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം. ഇതല്ല നിങ്ങൾക്ക് ഒന്ന് ഹൈ അപ്പ് ചെയ്യണം, നിങ്ങൾക്ക് വീക്ക്ലി വൺസ് അല്ല നിങ്ങൾക്ക് 2 ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇത് ഡെർമക്കോടെ 8% യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കൊന്ന് ഹൈ അപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ എർത്ത് 10% യൂസ് ചെയ്യാം. ഇത് ഓർഡിനറിയിലുണ്ട് മെന്റലിക് ആസിഡ്, 30% അത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ ഈ ഒരു 8% 10% നിങ്ങൾ 20-25 എബോ ആണ്, നിങ്ങൾക്ക് ജെന്റൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ വേണം, നിങ്ങൾ നല്ല സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ഫോളിയേറ്റിംഗ് സിറം കൂടിയാണ്. അപ്പോൾ
ബിഗിനേഴ്സിന് പറ്റിയ എക്സ്പ്ലനേഷൻ മനസ്സിലായാലും. ഇനി നമ്മൾ ഒന്ന് കുറച്ചുകൂടെ ഹൈയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് കെമിക്കൽ പീലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെർമക്കോഡ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽ പീൽ യൂസ് ചെയ്യാം. അതൊരു 15% ആണ്. അതുപോലെ കുറച്ചുകൂടി 25 എബോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ പീൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിലും 2 വീക്സിൽ വൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽ പീലാണ് നമ്മുടെ ഡെർമക്കോഡ് 30%, അതുപോലെ മിനിമലിസ്റ്റിൻ്റെത്. അതുപോലെ ഓർഡിനറി ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ തന്നെ ഓർഡർ കുറേ ഒരു 25 എബോ ഒക്കെ ആയതിനു ശേഷമാണ് യൂസ് ചെയ്തത്. കാരണം ഓർഡിനറി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതാണ്. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഇന്ത്യൻ സ്കിൻ അത് ബേൺ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ദ ഡെർമക്കോഡ് ദ മിനിമലിസ്റ്റിനെയും കെമിക്കൽ പീലാണ് കറന്റ് ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്ത്യൻ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽ പീൽസ്. ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിൽ നിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ എക്സ്ഫോളിയേഷൻ പറഞ്ഞ സ്ഥിതിക്ക് ആരും ഫിസിക്കൽ സ്ക്രബുകൾ യൂസ് ചെയ്യരുത്, കാരണം അത് നമ്മുടെ സ്കിന്നെ മൈക്രോ ടിയറിംഗ് ഉണ്ടാക്കുകയും അത് ഫ്യൂച്ചറിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് വളരെ ജെന്റിൽ ആയിട്ടുള്ള ഗ്രാന്യൂൾ ഫോമിലുള്ള ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ കറന്റ്ലി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അങ്ങനത്തെ കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനെ ബേസിച്ച് നമുക്ക് ഒന്നുകൂടെ വേറൊരു വീഡിയോ ചെയ്തുതരാം. കാരണം അതിനെപ്പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഫിസിക്കൽ എക്സ്ഫോളിയേഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് DMs അപ്പോൾ അതിനെപ്പറ്റി വേറൊരു വീഡിയോ തന്നെ ചെയ്യും. ഇപ്പം ഞാൻ കെമിക്കൽ എക്സ്ഫോളിയേഷനിലാണ് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അടുത്തതാണ് നമ്മുടെ ഫേഷ്യൽ ഹെയർ. നമ്മുടെ സ്കിന്നിൽ മേക്കപ്പ് നന്നായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൻ എപ്പോഴും ഫ്ലോലെസ് ആയിരിക്കണം. ഫ്ലോലെസ് ഇൻ ദ സെൻസ് സ്കിന്നിൽ അധികം പാച്ചിനെസ്സും ഡ്രൈനെസ്സും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഹെയർസും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഉള്ളപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മേക്കപ്പ് സെറ്റ് ചെയ്യണം എന്നില്ല. പെട്ടെന്ന് മേക്കപ്പ് മാറിപ്പോ, കാരണം ഹെയർ ഉള്ളപ്പോൾ അത് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ഷേവ് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് മേക്കപ്പ് ഇടുമ്പോഴും പുറത്ത് പോകുമ്പോഴും എനിക്ക് ഫേഷ്യൽ ഹെയർ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ റിമൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേക്കപ്പിനെ ഒന്നും കൂടെ ഒന്ന് ലെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ടീനേജുകാരെ ഒന്നും ഇപ്പോഴും നിങ്ങൾ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. അതുപോലെ തന്നെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. നിങ്ങളൊരു 21 ഏജിന് എബോ കഴിയുമ്പോഴത്തേക്കൊക്കെ ഹെയർ റിമൂവ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതല്ല അതിന് മുന്നേ റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഡെർമറ്റോളജിസ്റ്റിന് അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സ്കിൻ വളരെ സെൻസിറ്റീവാണ്, ഏജ് ആയി തുടങ്ങുന്നില്ല. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് ഹെയർ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ആരും ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പിന്നെ PCOD PCOS എന്ന് പറയുന്ന കണ്ടീഷൻ ഡെഫിനറ്റ്ലി നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും. അപ്പൊ അത് കാരണം ചിലപ്പോൾ നിങ്ങൾ ഹെയർ റിമൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ 21 താഴെയുള്ള ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഹെയർ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഹെയർ ഒരിക്കലും തിക്കായിട്ട് വളരാനായിട്ട് പോകില്ല. ഇത് എപ്പോഴും ഉള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ്. കാര്യം നമ്മൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഹെയറിന്റെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അതിന്റെ ആ ഒരു ലെങ്ത് ഇല്ലേ അതിന് തിന്നായിരിക്കും. ഇപ്പൊ നമ്മൾ മുടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കട്ടി ഉണ്ടായിരിക്കും, താഴോട്ട് വരുമ്പോൾ ആ കട്ടി കുറവില്ലേ. എക്സാക്ട്ലി സെയിം ആണ് നമ്മുടെ ഫേഷ്യൽ ഹെയറിന് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് കട്ടി തോന്നിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത് തോന്നുന്നത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഷേവ് ചെയ്യുക, അത് വളർന്നു വരുമ്പോൾ അത് നോർമൽ ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയർ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തിക്കായിട്ട് വളരാനായിട്ട് പോകില്ല. പിന്നെ ഫേസിൽ മാക്സിമം നിങ്ങൾ ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫേഷ്യൽ റേസേഴ്സ് ആണ്, നമ്മുടെ നോർമൽ റേസേഴ്സ് അല്ല, ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാക്സിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ വാക്സ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ പ്രൊഫഷണൽ അടുത്ത് പോവാം. പക്ഷെ നിങ്ങൾക്ക് വാക്സ് ചെയ്യുമ്പോൾ ഒരുപാട് പെയിനും റെഡിഷ്നെസ്സും വരുന്നെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. കാരണം പെയിൻ റെഡിഷ്നെസ് നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അത് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഐബ്രോയുടെ ഹെയർ കളയാൻ ഏറ്റവും നല്ലത് ത്രെഡിങ് ആണ്. അത് ഐബ്രോയിൽ ഈ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ ത്രെഡ് ചെയ്ത് കളയാം. ബാക്കിയുള്ള ഫേസിൽ എപ്പോഴും ഫേഷ്യൽ ഹെയർ റിമൂവേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്, ഷേവ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാണ്ട് നമ്മുടെ സ്പ്രേയും ക്രീംസും ഒക്കെ മാക്സിമം ഫേസിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ സ്പ്രേ അതുപോലെ തന്നെ ഹെയർ റിമൂവിങ് ക്രീമൊക്കെ അതിനകത്ത് കുറച്ച് ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. കെമിക്കൽസ് നമുക്ക് എല്ലാത്തിലും ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ സ്കിൻ കുറച്ചുകൂടെ ബേൺ ആക്കുന്ന ടൈപ്പ് കെമിക്കൽസ് ആണ്. അപ്പൊ നമ്മുടെ ഫേസിന്റെ സ്കിൻ മറ്റുള്ള ബോഡി സ്കിൻ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തിൻ ആയതുകൊണ്ട് തന്നെ അത് അവിടെ ചിലപ്പോൾ ബേണിങ് സെൻസേഷനും ബേൺസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ന്യൂലി ബ്രൈഡ്സ് ദയവ് ചെയ്ത് കല്യാണത്തിന് ഒരുപാട് 2-3 ദിവസം മുന്നേ ഒന്നും പോയി വാക്സ് ചെയ്യാൻ നിൽക്കരുത്. ഒരുപാട് പേർക്ക് പണി കിട്ടും. ഒന്നുകിലും നിങ്ങൾ ഇതുവരെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് 2 months മുന്നേ അത് ചെയ്ത് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് ലീവ് ചെയ്യുക. കാരണം നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് 2-3 ദിവസം മുന്നേ ചെയ്തിട്ട് ബേണിംഗ് വാക്സ് ബേൺസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഷേവ് ചെയ്യാൻ. നിങ്ങൾക്ക് സേഫ്
അത്രയും ധൈര്യം ഇല്ല ഷേവ് ചെയ്യാനെങ്കിൽ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ഉണ്ടാവില്ല, ഹെയർ റിമൂവ് അറിയാവുന്ന ആൾക്കാർ ചെയ്യുന്ന ആരെങ്കിലും ഇപ്പൊ എന്തായാലും ഇപ്പോഴത്തെ കാലത്തില്ല, അവരെ ആരെങ്കിലും കൊണ്ട് ഷേവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ചെയ്ത് പണി വാങ്ങിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പേടിയുണ്ട്, അറിയില്ലെങ്കിൽ പറ്റില്ല. അപ്പം ഞാനും ഒക്കെ ഫസ്റ്റ് ടൈം എനിക്ക് നല്ല പേടിയാണ്, അപ്പൊ ഞാൻ ടൈം എടുത്തൊക്കെയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ ബിഗ് ഡേക്ക് മുന്നേ നമുക്ക് ചെയ്യാൻ ഒരു പേടിയുണ്ടാവും. സോ അതുകൊണ്ട് അവരുടെ ആരെങ്കിലും ഹെൽപ്പോട് കൂടി ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ മാക്സിമം സേഫ് ആയിട്ട് ഈ സമയങ്ങളിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞത് എക്സ്ഫോളിയേഷൻ, രണ്ടാമത് പറഞ്ഞ ഫേഷ്യൽ ഹെയർ റിമൂവൽസ്. ഇനി തൊട്ടാണ് നമ്മുടെ മെയിൻ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളിലോട്ട് നമ്മൾ പോകുന്നത്. മേക്കപ്പ് ഫ്ലോലെസ് ആവാൻ ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ വേണം ഞാൻ പറഞ്ഞാലോ. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് മേക്കപ്പ്, ഇപ്പൊ നമ്മൾ ഒരുപാട് പേര് മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഡെയിലി റൊട്ടീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം മേക്കപ്പിന്റെ ക്വാണ്ടിറ്റി അവിടെ കുറയ്ക്കാമല്ലോ. കാരണം ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ നാച്ചുറലി മാറുകയാണെങ്കിൽ നമുക്ക് അത്രയും മേക്കപ്പ്, അത്രയും കൺസീലേഴ്സും അത്രയും കളർ കറക്റ്റിംഗ് കുറച്ച് ചെയ്താൽ മതിയല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ മേക്കപ്പിന് എതിരില്ല, എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിഞ്ഞാത്തപ്പോൾ ഉള്ള പണി വിഷമം മാത്രം, അതുകൊണ്ട് മാത്രമേ എനിക്ക് മേക്കപ്പ് ചിലപ്പോൾ ഇഷ്ടമല്ലാണ്ട് വരത്തുള്ളൂ. സോ അല്ലാതെ ഞാൻ മേക്കപ്പ് ഫാനൊക്കെയാണ് കേട്ടോ. ബാക്ക് ടു ദി ടോപ്പിക്. അപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ വിത്ത് നമ്മുടെ മേജർ കൺസേൺസ് കൂടെ മനസ്സിലാക്കിയിട്ട് ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മേക്കപ്പ് ഒന്നുകൂടി ഫ്ലോലെസ് ആക്കി ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഫേസ് വാഷും മോയിസ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനെപ്പറ്റി ഞാൻ നമുക്ക് ലാസ്റ്റ് പറയാം. ഐ മീൻ ഈ ഒരു സെക്ഷനിൽ ലാസ്റ്റ് ഞാൻ പറയാം എങ്ങനത്തെ നമുക്ക് സൺസ്ക്രീൻ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ സ്കിൻ എത്രത്തോളം ഹൈഡ്രേറ്റ് ചെയ്യുന്ന മേക്കപ്പ് അത്രത്തോളം ലോങ് ലാസ്റ്റ്. നിങ്ങൾ ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ വീഡിയോ നോക്കിയാലും അവർ എപ്പോഴും പറയുന്നതിന് സ്കിൻ പ്രിപ്പ് ചെയ്യുക. അതിനെന്ന് വെച്ചാൽ അവർ മേക്കപ്പും അതുപോലെ തന്നെ നമ്മുടെ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം സ്കിൻ പ്രിപ്പ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പൊ എപ്പോഴും ഫേസ് ക്ലീൻ ആക്കിയിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി സൺസ്ക്രീനിലോട്ട് പോകുമ്പോൾ മാക്സിമം സ്പെറ്റ് ചെയ്യാത്ത സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ മേക്കപ്പ് അല്ലെങ്കിൽ ഒരിക്കലും എത്ര നന്നായിട്ട് അവർ ചെയ്തു തന്നാലും നമ്മൾ ബേസിൽ യൂസ് ചെയ്തിരിക്കുന്ന സൺസ്ക്രീൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. നോർമൽ മേക്കപ്പ് ആയാലും നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയി ചെയ്യുന്ന മേക്കപ്പ് ആയാലും. പിന്നെ രണ്ടാമത്തത് മേക്കപ്പിന്റെ ഫൗണ്ടേഷൻ ഒരിക്കലും സൺസ്ക്രീന് ഓൾട്ടർനേറ്റീവ് ആവത്തില്ല. കാരണം നമുക്കറിയാം നമ്മൾ ഒരിക്കലും 2 ഫിംഗർ റൂളിൽ മേക്കപ്പ് ഫൗണ്ടേഷൻ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. സൺസ്ക്രീൻ നമുക്ക് എപ്പോഴും 2 ഫിംഗർ റൂളിൽ വേണം. അപ്പൊ നിങ്ങൾക്ക് അധികം പോസ് നാച്ചുറലി നമുക്ക് പോസ് ഫേസ് ഉണ്ട്. അപ്പൊ പോസ് മിനിമൈസ് ചെയ്യണമെങ്കിൽ മാക്സിമം സിലിക്കോൺ അടങ്ങിയ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ എൻ്റെ അടുത്ത് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് റിക്വലിന്റെ മാറ്റ് സൺസ്ക്രീനിൽ ബെസ്റ്റ് ആണ്. കാരണം നന്നായിട്ട് ആ പോസ് മിനിമൈസ് ചെയ്യും. അതുപോലെയാണ് നമ്മുടെ മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻ, കളർലെസ് ആയിട്ടുള്ള സൺസ്ക്രീൻ. ആ സൺസ്ക്രീൻ നമുക്ക് നന്നായിട്ട് നമ്മുടെ പോസിനെ മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം അതിനകത്തൊക്കെ സിലിക്കോൺ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ പോസിനെ മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ സൺസ്ക്രീൻ ആയിരിക്കും മേക്കപ്പിന്റെ ഇടയിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ മേക്കപ്പ് സ്ഥിരം ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ സൺസ്ക്രീനിലോട്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്, സൺസ്ക്രീൻ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അതാണ് മേക്കപ്പും ബേസിക് സ്കിൻ കെയർ റൊട്ടീനും വരുന്ന കാര്യം. നിങ്ങളുടെ ഫേസിൽ പോസ് ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ പ്രൈമേഴ്സ് യൂസ് ചെയ്യും. പക്ഷേ പ്രൈമർ കൊണ്ട് നമുക്കൊരു പെർമനന്റ് സിറ്റുവേഷൻ ഉണ്ടാകാൻ പോണില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ തന്നെ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇത് ചെയ്യുന്ന പോസ് നിങ്ങളുടെ ഫേസിൽ ഈ ഓറഞ്ച് പീൽ അപ്പിയറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്കിൻ കെയറിലോട്ട് ഒരു നയാസിനമൈഡ് സിറം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ നയാസിനമൈഡ് സിറം നമ്മുടെ പോസിനെ മിനിമൈസ് ചെയ്യാനായിട്ടും പോസിനെ മിനിമൈസ് ചെയ്തില്ല അതിന്റെ അപ്പിയറൻസ് മിനിമൈസ് ചെയ്യാനായിട്ടും സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു നയാസിനമൈഡ് സിറം നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യും. നമ്മുടെ സുഗന്ധയിലൊക്കെ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരുടെ 5% പോവുകയാണെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സുഗന്ധയുടെ 5%, മിനിമലിസ്റ്റിന്റെ 5%, പ്ലമ്മിന്റെ 5%, അതുപോലെ ഡെമക്കോലും ഉണ്ട് 5%. 10 നമ്മൾ സ്വിച്ച് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പ്ലമ്മില്, മിനിമലിസ്റ്റില്, സുഗന്ധയില്, ദ ഓർഡിനറിയിൽ, ഡെർമക്കോയിലും ഉണ്ട് 10% നയാസിനമൈഡ് സിറം. അതല്ല നിങ്ങൾക്ക് 10ഉം 5ഉം ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് 12% ഫോക്സ്റ്റൈലിൽ, 20% ഉണ്ട് ഫിക്സ്ഡ് ടേമിൽ. അപ്പൊ അങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്ത് നിൽക്കാം. അപ്പൊ ഞാൻ പ്രസന്റ് 12% ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് 10നേക്കാൾ നല്ല റിസൾട്ട് 12 കിട്ടി. പക്ഷെ ഞാൻ 5ഉം 10ഉം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നേരെ 12ലോട്ട് പോയതെന്ന് ഉള്ള കാര്യം എപ്പോഴും മനസ്സിൽ വെക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസ് ഉണ്ട്, അത് നിങ്ങൾ ഒരുപാട് എഫക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് പ്രൈമേഴ്സ് യൂസ് ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ല, അതിനേക്കാൾ ഇന്റൻസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ മോയിസ്ചറൈസറും ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കണം. ഫേസ് ഓയിലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതും ഈ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മേക്കപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്കറിയാം ഒരുപാട് നല്ല നല്ല ബ്രാൻഡ്സ്, ഇന്റർനാഷണൽ ബ്രാൻഡ്സും അവൈലബിൾ ആണ്, ഇന്ത്യൻ ബ്രാൻഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹുഡ ബ്യൂട്ടി, അതല്ലെങ്കിൽ നമ്മുടെ
ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള ഹുഡയുടേത്, മാക്കിൻ്റെത്, പാക്കിന്റെ ഒക്കെ ഫൗണ്ടേഷൻസ് അത്യാവശ്യം നമ്മളൊക്കെ കുറച്ചും കൂടെ മുന്നേ ഉള്ള സമയത്ത് കുറച്ചും കൂടെ റേഞ്ച് കൂടിയ ഫൗണ്ടേഷൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. ഇപ്പോഴും നമ്മൾ ഹുഡയൊക്കെ നല്ല റേഞ്ച് ഉള്ള ഫൗണ്ടേഷൻസ് ആണ്. പക്ഷേ ഇതിന്റെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലും അതുപോലെ തന്നെ വലിയ വലിയ ഷോപ്പിംഗ് മോൾസുകളിലും ലുലു അങ്ങനത്തെ റേഞ്ച് അല്ല പറയുന്നത്, അല്ലാത്ത റേഞ്ചസ് നമ്മൾ വീട്ടിനടുത്തുള്ള നല്ല ബ്യൂട്ടി ഷോപ്പുകളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഫൗണ്ടേഷൻസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹുഡ ആയാലും ഇപ്പൊ എന്റെ ഒരു ഇതിൽ വെച്ചാൽ ഹുഡ അതുപോലെ തന്നെ പാക്ക് മാക്ക് ഇതിലൊന്നും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒന്നും കമ്പനിക്കാർ ഇറക്കുന്നില്ല. ഇതെല്ലാം ലോക്കലായിട്ട് സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളിൽ ലെഡ്, മെർക്കുറി പോലെയുള്ള സാധനങ്ങൾ വളരെ കൂടുതലായിട്ട് വരും. മൈക്ക ഇതൊക്കെ കൂടുതലായിട്ട് വരും. അപ്പൊ ഇതൊന്നും നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനും ഓവറോൾ ബോഡിക്കും ഹാർംഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ മിനിമം നമ്മളൊരു ഫൗണ്ടേഷൻസ് വാങ്ങിക്കുമ്പോൾ അതൊരു കമ്പനി ബേസ് ചെയ്തിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പം നിങ്ങൾ ഹുഡയുടെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കുന്ന സെയിം റേറ്റിന് ചിലപ്പോൾ നമുക്ക് ഡാസ്ലറിന്റെ ഫൗണ്ടേഷൻ കിട്ടും. അറ്റ്ലീസ്റ്റ് അത് നമ്മുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഹുഡയുടെ ഡ്യൂപ്ലിക്കേറ്റിനേക്കാളും അപ്രൂവ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഡാസ്ലറിന്റെ സാധനം. ഡാസ്ലറിന്റെയൊക്കെ ഫൗണ്ടേഷൻ സ്റ്റിക്ക് നല്ല സാധനം കേട്ടോ. കാരണം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു അവരുടെ ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഒക്കെ. ഇപ്പൊ ഞാൻ മാറ്റി, അത് വേറെ കാര്യം. അപ്പൊ അതൊക്കെ നല്ലതാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് ഷോപ്പിൽ തന്നെ കിട്ടുന്ന സാധനമായിരിക്കും അവരുടെയൊക്കെ ഫൗണ്ടേഷൻ. അതല്ലെങ്കിൽ നമ്മുടെ മേബിലിൻ, ലോറിയൽ, ഫിറ്റ്മി മേബിലിന്റെ തന്നെ ഫിറ്റ്മി റേഞ്ചിലുള്ള സാധനങ്ങൾ, അതിലായിരുന്നു നമ്മുടെ നൈക്ക. പിന്നെ ഇന്ത്യൻ സ്കിൻ ഏറ്റവും നല്ല ഫൗണ്ടേഷൻ റേഞ്ച് ഞാൻ കണ്ടിട്ടുള്ളത് കെ ബ്യൂട്ടിയുടെയാണ്, നമ്മുടെ കത്രീന കൈഫിന്റെ. റേറ്റ് ഉണ്ട് സത്യമാണ്, പക്ഷെ ആ കൊടുക്കുന്ന നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ എമൗണ്ടിലുള്ള സാധനം എന്തായാലും നിൽക്കും. ഇപ്പം എന്റെ ഒരു പേഴ്സണൽ വെച്ചിട്ട് നമുക്ക് കെ ബ്യൂട്ടി ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വർഷം, ഐ മീൻ ഏറ്റവും കൂടുതൽ എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് വരെ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മളൊന്നും അത്രയും ക്വാണ്ടിറ്റി ഫൗണ്ടേഷൻ ഒന്നും ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. സോ അങ്ങനത്തെയൊക്കെ ഫൗണ്ടേഷൻസ് നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ മാക്കിന്റെ ഫൗണ്ടേഷൻ, പാക്കിന്റെ ഫൗണ്ടേഷൻ, അതൊക്കെ എന്ന് വെച്ചാൽ പിന്നെ ഇപ്പൊ നമുക്ക് നൈക്ക ടയറയൊക്കെ വന്നതിന് ശേഷം ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ടൈറ്ററിന്റെ ഫൗണ്ടേഷൻ ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങി. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഒക്കെ നന്നായിട്ടുള്ള സാധനം. അല്ലാണ്ട് ഈ നമ്മുടെ ഹുഡയുടെ ഒക്കെ ഫൗണ്ടേഷൻ നല്ലതാണ്, പക്ഷെ അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് നല്ല പണി കിട്ടും ഹുഡയുടേത്. അതുപോലെ തന്നെ നമ്മുടെ കൈലി കോസ്മെറ്റിക്സിന്റെ ഒക്കെ ലിറ്ററലി ഷോപ്പിൽ കണ്ടിട്ട് കൈലിയൊക്കെ ഇന്ത്യയിൽ വിൽക്കാൻ തുടങ്ങി. അത് ഷോപ്പുകൾ ഞാൻ അങ്ങനെ പോയി വാങ്ങിക്കാനെന്നുണ്ടായിട്ടും പിടിച്ചിട്ടൊക്കെ ഫൈൻ. ഇത്രയും റേറ്റ് കുറച്ചിട്ട് കൈലിയുടെ ഒക്കെ പ്രൊഡക്റ്റ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇല്ല, കൈലി ഒന്നും നമ്മുടെ വിൽക്കുന്നില്ല. വെച്ചാൽ ഇനി വേറെ എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒന്നും ഒരു സംഭവം ഇല്ല. കൈലി കോസ്മെറ്റിക്സ് എനിക്കൊന്ന് സഫോറ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇന്ത്യയിൽ എങ്ങും വിൽക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറുകളിൽ, ഒത്തന്റിക് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറുകളിൽ അവർ ഇമ്പോർട്ട് ചെയ്ത് തരുന്നുണ്ടെന്നല്ലാണ്ട് സ്റ്റോഴ്സുകളിലും സഫോറയിലൊന്നും കൈലി കോസ്മെറ്റിക്സ് ഇല്ല. ഫെന്റി കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഫെന്റി ബ്യൂട്ടി അങ്ങനത്തെ നൈക്കയിൽ തന്നെ നമ്മുടെ ഷാല ടിൽബറി, അതുപോലെ തന്നെ എൽഫ്, ഇതൊക്കെ ഓർഡർ ഡ്രഗ് സ്റ്റോർ ബ്രാൻഡായ എൽഫ്, ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അല്ലാണ്ട് ഓഫ്ലൈൻ ആയിട്ട് ഇതൊക്കെ വിൽക്കുന്നത് എനിക്ക് അറിയത്തില്ല. നൈക്കയുടെയൊക്കെ ഔട്ട്ലെറ്റ്സ് ഉള്ള സൂപ്പർ മാർക്കറ്റിൽ മോളുകളിൽ ഇതുണ്ട്, അല്ലാത്ത മോളുകളിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. കാരണം ഇതിന്റെയൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ഒരുപാടുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ബ്യൂട്ടി ഇൻഡസ്ട്രിയുടെ ബ്ലാക്ക് മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഈ സാധനം പറയണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ചത്, പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ലൈക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യമായിട്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. കാരണം ഇപ്പൊ എന്ന് എല്ലാവരും ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ചും ലിപ്സ്റ്റിക്കിലൊക്കെ റെഡ് കളർ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് മെർക്കുറിയുടെ ഒക്കെ കണ്ടിട്ട് വളരെ കൂടുതലാണ്. ലിപ്സ്റ്റിക് നമ്മൾ അത്രയും ഇന്റിമേറ്റഡ് ലിപ്പിൽ ഇടുന്ന സാധനമാണ്, പെട്ടെന്ന് നമുക്ക് അകത്തോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഫൗണ്ടേഷൻ ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ ഐലൈനേഴ്സ് ഡ്യൂപ്ലിക്കേറ്റ്സ് വാങ്ങിക്കരുത്, കണ്ണിന് ക്ലോസ് കോൺടാക്ട് വരുന്നതാണ്. ഇപ്പൊ ലിപ്സ്റ്റിക് ഐലൈനർ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു മിനിമം ബ്രാൻഡ് റേഞ്ചിലുള്ളത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ റെനേഡത്, ഷുഗറിൻ്റെത്, ഇതൊക്കെ നല്ല ബ്രാൻഡുകളാണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ളതാണ് മേബിലിൻ, ഇങ്ങനത്തെയൊക്കെ ബ്രാൻഡുകൾ. അപ്പൊ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ചെറിയ പേരുള്ള സാധനം നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയും ചെറിയ കോൺഫിഡൻസ് എങ്കിലും ഉണ്ടാവുമല്ലോ. പേടിച്ചിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ. മറ്റത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കുന്നേക്കാൾ അഫോർഡബിൾ ആണ്, എനിക്കറിയാം. എല്ലാവർക്കും അത് ചിലപ്പോൾ നമുക്ക് പോക്കറ്റ് കീറും, ബട്ട് സ്റ്റിൽ ആ പോക്കറ്റ് കീറുന്നതിനപ്പുറമാണല്ലോ നമ്മുടെ ഹെൽത്ത്. ഒന്നുകിൽ വാങ്ങിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു പേരുള്ളത്
ഡാസ്ലറിന്റെയൊക്കെ ലിപ്സ്റ്റിക് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെയെങ്കിൽ ഒന്ന് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മേക്കപ്പിന്റെ ബേസിക്സ് എങ്ങനെ വെക്കണം എന്ന് നമ്മൾ നോക്കി, അതായത് നമ്മുടെ സ്കിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നോക്കി, ഇങ്ങനത്തെ മേക്കപ്പ് നമ്മൾ വാങ്ങിക്കണം എന്ന് നോക്കി. ഇനി എങ്ങനെ മേക്കപ്പ് റിമൂവ് ചെയ്യും? മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് മസ്റ്റ് ആയിട്ടും ഒരു ക്ലെൻസിങ് ബാമോ മിസലാർ വാട്ടറോ ക്ലെൻസിങ് ഓയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വെറ്റ് വൈപ്സ് മേക്കപ്പ് റിമൂവൽസ് വൈപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുന്നതാണ് നല്ലത്. കാരണം ഈ സാധനം നമ്മുടെ പോസിനെ ക്ലോഗ് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഈവൻ ദോ നിങ്ങളത് ഓയിലി സ്കിൻ അല്ല, ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് അങ്ങനെ പോസിലിട്ട് ക്ലോഗ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ആ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ നന്നായിട്ട് ഡ്രാഗ് ചെയ്താൽ മാത്രമേ അത് പോകത്തുള്ളൂ. അപ്പൊ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ നല്ല പെട്ടെന്ന് റെഡിഷ് ഒക്കെ ആവുന്ന സ്കിന്നാണ്, നിങ്ങൾക്ക് ആ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുഖത്ത് റെഡിഷ്നെസ് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ക്ലെൻസിങ് ബാമോ മിസലാർ വാട്ടറോ ക്ലെൻസിങ് ഓയിൽസോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ ബയോഡെർമയുടെ മിസലാർ വാട്ടറും നല്ലതാണ്, പ്രത്യേകിച്ചും സെൻസിറ്റീവ് സ്കിൻകാർക്ക്. നമ്മുടെ ഗാർണിയർ അത്യാവശ്യം നല്ല റേഞ്ചിൽ മിസലാർ വാട്ടേഴ്സ് ഇറക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ രണ്ട് നല്ല റേഞ്ച് ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലെൻസിങ് ഓയിൽസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എർത്ത് ക്ലെയറിലുണ്ട്, നമ്മുടെ ഫേസ് ഷോപ്പിലുണ്ട്, കോൺഷ്യസ് കെമിസ്റ്റിലുണ്ട്. ബാമിലോട്ട് പോവാണെങ്കിൽ നമ്മുടെ ഡോട്ട് ആൻഡ് ഗീലുണ്ട്, എർത്ത് എനിക്കൊന്ന് അക്വലോജിക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു ക്ലെൻസിങ് ബാം. പ്ലമ്മിന്റെ ക്ലെൻസിങ് ബാം ഉണ്ട്. അപ്പൊ ക്ലെൻസിങ് ബാംസ് നമുക്ക് നന്നായിട്ടുണ്ട്. ക്ലെൻസിങ് ഓയിൽസും ഉണ്ട്, മിസലാർ വാട്ടേഴ്സും ഉണ്ട്. അപ്പം ഓയിൽസ് യൂസ് ചെയ്യേണ്ട, ബാംസ് യൂസ് ചെയ്യണമെങ്കിൽ മിസലാർ വാട്ടർ യൂസ് ചെയ്യും, അതിലേക്ക് ക്ലെൻസിങ് ബാമോ ക്ലെൻസിങ് ഓയിൽസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ക്ലെയറിൻ്റെതും എർത്ത് ഫേസ് ഷോപ്പിന്റെ ക്ലെൻസിങ് ഓയിൽസ് ഒക്കെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്കും സ്യൂട്ട് ആവുന്നതാണ്. നിങ്ങൾക്ക് എന്നിട്ടും പേടിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് തന്നെ യൂസ് ചെയ്യും, മിസലാർ വാട്ടറിലോട്ട് സ്വിച്ച്. പക്ഷെ മാക്സിമം വെറ്റ് വൈപ്സും മേക്കപ്പ് റിമൂവിങ് വൈപ്സും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മേക്കപ്പ് ഇട്ടാൽ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യേണ്ടത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നിട്ട് നിങ്ങളുടെ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മേക്കപ്പും സ്കിൻ കെയറിനെയും പറ്റിയിട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റായിട്ട് മനസ്സിൽ വെക്കുക, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് മേക്കപ്പ് വാങ്ങിക്കുമ്പോഴുള്ള കാര്യങ്ങൾ. ഇനി ഇത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കൂടെ കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആൽഗോരിതത്തിലോട്ട് കയറാം. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.